യൂട്യൂബ് ചാനലിനെ പറ്റി പറയുമ്പോൾ എല്ലാരും പോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. എന്നാലും ഞാൻ എന്റെ ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള കുറെ കാര്യങ്ങൾ എനിക്കിവിടെ പറയണമെന്നുണ്ട്. അപ്പോ ഒന്നും കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എന്റെ പേര് ഷംസീർ, പട്ടാമ്പിയാണ് എന്റെ സ്ഥലം. ലൈഫ് ഓഫ് സാം എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, അതുപോലെ ലൈഫ് ഓഫ് സാം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലും ഉണ്ട്. ഇങ്ങനത്തെ റിയൽ ടൈം വ്ളോഗുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ എന്നെ പോലെ കുറെ ചെയ്ത് തുടങ്ങണ്ട അല്ലെങ്കിൽ കുറെ കാലമായിട്ട് ചാനൽ തുടങ്ങാൻ പ്ലാൻ ചെയ്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. എന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു കഴിഞ്ഞ് ഇനി ബാക്കി കാര്യങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക അല്ലെങ്കിൽ യൂട്യൂബിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, എന്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത്, ഞാൻ കുറെ നീഷുകൾ അന്വേഷിച്ചു തുടങ്ങി. എന്തൊക്കെ നീഷുകൾ ചെയ്യണം, അത് ഇത് വ്ളോഗ് അല്ലെങ്കിൽ ടെക് വീഡിയോസ് അല്ലെങ്കിൽ വൈൻസ്, കോമഡികൾ അങ്ങനെ ചെയ്യാം, ഇത് ചെയ്യാന്നൊക്കെ തുടങ്ങി. ഫൈനലി ഞാൻ എവിടെ എത്താത്തോണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ അങ്ങോട്ട് ചെയ്ത് അതൊക്കെ നമ്മൾ നീഷ് ആയിക്കോളും. ഇതാണ് എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നീഷ് ഒന്ന് അന്വേഷിച്ച് സമയം കളയണ്ട. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യണ്ടേ. ഇത് എന്തായതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്താലേ ഇതിനൊരു ആൻസർ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം എനിക്ക് ഒതന്റിക് ആയിട്ട് ഓർഗാനിക് ആയിട്ട് ഞാൻ എന്റെ നാട്ടിലും സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കണ പോലെ തന്നെ സംസാരിക്കാൻ കൂടി വേണം എന്നുള്ള അത്രയും ദൃഢമായ നിശ്ചയത്തിലും. പിന്നെ എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും. അത് അങ്ങനെയല്ല, എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് കൈവരും, നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള ഉറപ്പും എനിക്കുണ്ട്. ഇവിടെ വരുന്ന ആൾ, എന്റെ വീഡിയോ വന്ന് കാണുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. അങ്ങനത്തെ ഗുണമുള്ള വീഡിയോസേ ഞാൻ ചെയ്യൂ. അപ്പൊ ഇതിപ്പോ യൂട്യൂബിനെ പറ്റിയിട്ടും യൂട്യൂബിന്റെ ഇൻട്രോ വീഡിയോ തന്നെ യൂട്യൂബ് എന്താണെന്നും എങ്ങനെയാണ് ഞാൻ എത്തിയെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഷോർട്ടായിട്ട് തരികയാണ്. ഇന്നിപ്പോ ഞാൻ ഞാനിവിടെ ഖത്തറിലാണ് വർക്ക് ചെയ്യണത്. ഖത്തറിലെ അൽക്കോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. നമ്മൾ മാർബിൾ, ഗ്രാനൈറ്റ് അതിന്റെയൊക്കെ സപ്ലൈ ഇൻസ്റ്റലേഷൻ വർക്കുകളാണ് ഞാൻ ചെയ്തു വരുന്നത്. ഇന്നിവിടെ പണി തുടങ്ങുന്നുള്ളൂ കേട്ടോ. മെറ്റീരിയൽ മാർബിളും കാര്യങ്ങളൊക്കെ ഇന്നലെ എത്തിച്ചത് 2-4 ദിവസം മുമ്പ് എത്തിയതാണ്. ഇവിടെ ഇന്ന് മണല്, സിമെന്റ്, വെള്ളം ഇതൊക്കെ എത്തിച്ച് ഇന്നാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളിലാണ് വെള്ളമൊക്കെ അടിച്ചിറക്കിയത്. വേറെ ടാങ്കുകൾ ഇല്ലാത്തതുകൊണ്ടല്ല, മുമ്പ് സ്വിമ്മിംഗ് പൂൾ അവൈലബിൾ ആയതുകൊണ്ട്. ഈ വില്ലിന്റെ ഉള്ളില് ഒരു പാലസ് തന്നെയാന്ന് പറയാം കേട്ടോ. വലിയൊരു വീടാണ്. എല്ലാം അങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ല. നമ്മളിവിടെ ലിഫ്റ്റിന്റെ വർക്ക് ഉണ്ട്, അതുപോലെ സ്റ്റെയറിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ വാഷ് ബേസിനും വാനിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. വൈറ്റ് മാർബിൾ, മുഗ്ല വൈറ്റ് എന്ന് പറഞ്ഞാൽ തുർക്കി എന്നുള്ള മുഗ്ല വൈറ്റും, ഡാർക്ക് എംബ്രോയിഡറി, അർമനി ഗ്രേ, അങ്ങനെ കുറെ മാർബിളിന്റെ പരിപാടിയാണ് ഇവിടെ. ചുരുക്കി പറയാം, ഞാൻ ആ വർക്കൊക്കെ ഞാൻ പതുക്കെ ഇതിന്റെ പ്രോഗ്രസിനനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എനിക്ക് യൂട്യൂബ് ചാനൽ ചെയ്യാൻ നിൽക്കുന്ന എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, എന്നെ പോലെ തന്നെ ഒന്ന് ചെയ്തു നോക്ക്. നമ്മൾ ഈ ഒരു ക്യാമറ ഫേസ് ചെയ്യാനുള്ള പേടിയും അല്ലെങ്കിൽ ഇത് ഞാൻ പോയിന്റ് വൈസ് ആയിട്ടൊന്നും പറയണില്ല കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്യണമെന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു നോട്ടൊക്കെ നടത്തി ഒന്നുകൂടി ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഒന്നും കൂടി എഴുതി വെച്ചിട്ടൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതൊക്കെ പതുക്കെ മതി. അതൊക്കെ ഇനി വരുന്ന പ്രോഗ്രസ് വീഡിയോയിൽ അതിനൊന്നും കൂടി ഞാൻ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഗ്രോത്ത് എന്നല്ല, നമുക്ക് എങ്ങനെ ഗ്രോ ആവാൻ പറ്റുന്നുള്ള സാഹചര്യങ്ങൾ, എന്റെ വീഡിയോ വൈറലാവുന്നില്ല, എന്റെ വീഡിയോ വ്യൂ കൂടുന്നില്ല, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, ഇതൊക്കെ എത്തുന്നത് എല്ലാവരും സ്ക്രാപ്പ് നിന്ന് തുടങ്ങിയിട്ടുള്ളതോ. നമുക്കും സ്ക്രാപ്പ് നിന്ന് തുടങ്ങാം. അപ്പൊ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, നീഷൊന്നും അന്വേഷിക്കാതെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നുള്ള ഒറ്റ കാര്യമാണ്. ഖത്തറിലെ അൽക്കോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് 45 മിനിറ്റ് ദൂരം കിട്ടും. അപ്പൊ ആ ഒരു സമയം ഞാൻ ഇന്ന് ടീമിന്റെ കൂടെ എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. എൻജോയ് ചെയ്യാൻ കാരണമുണ്ട്. ഞാനിന്ന് ഹെഡ്സെറ്റ് ഒക്കെ എടുത്ത് പോഡ്കാസ്റ്റ് ഒക്കെ കേട്ടിട്ടാണ് വന്നത്. ആ പോഡ്കാസ്റ്റ് കേട്ട മോട്ടിവേഷനും കൊണ്ട് കൂടിയാട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണത്. അപ്പൊ നിങ്ങളും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അൺവാണ്ടഡ് ആയിട്ടുള്ള അൺനെസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക, കേൾക്കുക, എന്നിട്ട് നീഷും കാര്യങ്ങളും അന്വേഷിക്കാതെ വീഡിയോ ചെയ്യാം. അപ്പൊ ഞാനിന്ന് ഇവിടെ സൈറ്റിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ട്, നമ്മുടെ ടീമിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇനി അടുത്ത പരിപാടിക്ക് പോവാണ്. ഇന്നൊരു 1 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിന് റെഡി ആവണം. ഓക്കെ.